ദൈവം, നിയമം, കോടതി ഇതല്ലേ വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. 2021 ഒക്ടോബർ 21 കൊച്ചിൻ നമ്പർ 18 ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പൊ സിദ്ധാർത്ഥ് പ്രഭു ആണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. സിദ്ധാർത്ഥ് പ്രഭു ആരാണ് എന്താണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകം പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. ഉപ്പും മുളകും സീരിയൽ ഫെയിം ആണ്. എന്നിരുന്നാലും സിദ്ധാർത്ഥ് പ്രഭുവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വലിയൊരു കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലേ. എന്താണ് സംഭവം? നടു റോട്ടിൽ വെള്ളം അടിച്ച് എന്തോ കാണിച്ചത് കാരണം നാട്ടുകാർ ഇവനെ കൈകാര്യം ചെയ്ത സംഭവം ഇന്നലെ ന്യൂസിൽ മറ്റുമൊക്കെയതായിരുന്നല്ലോ ചർച്ചാ വിഷയം. എനിവേ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയി ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ. എനിവേ, ഇനി സംഭവം എന്താണ് ഏതാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി സിദ്ധാർത്ഥ മായി ബന്ധപ്പെട്ട് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരുന്ന ന്യൂസ് ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടുനോക്കാം. ദൈവം, നിയമം, കോടതി ഞങ്ങൾ വഴി വന്നേ നീ എന്നെ ചവിട്ടി എല്ലാം പുളിച്ചിട്ട് ആശാൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടല്ലേ. നല്ല വെള്ളത്തിലാണ്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവിടെ സിദ്ധാർത്ഥ് വെള്ളം അടിച്ച് ലെക്ക് കെട്ട് വണ്ടി ഓടിച്ച് ഒരു ലോട്ടറിക്കാരന്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറി. പക്ഷെ എന്തോ ഭാഗ്യവശാൽ ആ ലോട്ടറിക്കാരന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. സാരമായ പരിക്കുകൾ മാത്രമേ സംഭവിച്ചുള്ളൂ. പക്ഷെ ഇത് കണ്ട് നാട്ടുകാരെന്താക്കി സിദ്ധാർത്ഥിനെ നല്ലോണം അങ്ങ് കൈകാര്യം ചെയ്തു. ആ കൈകാര്യം ചെയ്തതിന് പിന്നാലെ ഉള്ളവന്റെ ഡയലോഗ് തന്നെയാണ് നമ്മളിപ്പോ കേട്ടത്. ദൈവം, നിയമം, കോടതി ഇതൊക്കെ നോക്കിക്കോളുന്നുള്ളത്. അതായത് നിങ്ങൾ ആരും എന്നെ ആൾക്കൂട്ട വിചാരണ ചെയ്യേണ്ട, ഇതൊക്കെ ദൈവവും നിയമവും കോടതിയും നോക്കിക്കോളുന്നുള്ള രീതിയിൽ. ഇതാണ് അവിടെ ആശാൻ കള്ളും കുടിച്ച് പറയാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. ശരി, സിദ്ധാർത്ഥ പറഞ്ഞു കേട്ടില്ലേ, എനിക്കൊരു കുടുംബം ഉണ്ട് പോലും. കള്ളും കുടിച്ച് ലെക്കും കെട്ട് വണ്ടി എടുത്തോടത്തേന് നെഞ്ചത്തേക്ക് ഓടിച്ച് കയറ്റിയപ്പോ ഈ കുടുംബത്തിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ലാവോ? എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്കൊരു കുടുംബം ഉണ്ട് പോലും. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. ഞാൻ പറയുന്നത് വീഡിയോ കോളിലാണ്. അത് നിയമപരമായിട്ട് ഈ വീഡിയോ ക്ലിപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഇവന്റെ കാല് രണ്ടും കൂട്ടി കെട്ടിയിട്ടുണ്ട് അല്ലെ. എന്നിട്ട് ആരും ഇവന്റെ കാല് മുകളിലേക്ക് പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ മനസ്സിലാക്കിയെടുത്തോളം ഇവൻ ആളുകൾ നല്ലോണം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരുത്തരും ഇവന്റെ കൈത്തിനൊക്കെ ഷർട്ട് ചുറ്റി വലിക്കുന്നുണ്ട് മുകളിലേക്ക്. ഞാൻ അതിന്റെ ക്ലിപ്പ് സൈഡിൽ കൊടുക്കാം. അന്നേരം സിദ്ധാർത്ഥ് നിലവിളിക്കുന്നുണ്ട് അല്ലെ. എനിക്ക് അതെന്തോ കുറച്ച് ഓവറായ പോലെ തോന്നിയിട്ടുണ്ട്. കാരണം എങ്ങാനും ആ വലയിൽ സിദ്ധാർത്ഥ് തീർന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ നാട്ടുകാരുടെ കാര്യം തീരുമാനമായേനെ. അതുകൊണ്ട് തന്നെ ഇത് അല്പം ക്രൂരമായി പോയി എന്ന് പറയാതെ വയ്യ. പക്ഷെ ഈ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാണെങ്കിൽ നാട്ടുകാർ ഇവന് ചെറുതായിട്ടൊന്ന് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതവൻ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ്. ആരെങ്കിലും പറഞ്ഞോ മദ്യപിച്ച് ലെക്ക് കെട്ടി ഇങ്ങനെ വണ്ടി ഓടിക്കാൻ? അതുകൊണ്ട് വരുത്തി വെച്ച് വീരല്ലേ ഇതെല്ലാം. എന്തായാലും എന്നോട് ഏറ്റവും ചിരിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്നവൻ ആദ്യമായി കയറി വരുന്നത് തട്ടിയും മുട്ടിയും പരിപാടിയിലൂടെയാണ് അല്ലെ. ഈ തട്ടിയും മുട്ടിയും ആരുടെ പരിപാടിയാണ്? മഴവിൽ മനോരമക്കാരുടെ പരിപാടിയാണ്. അതിനുശേഷം ഇപ്പം ഫ്ലവേഴ്സ് ടിവിയിലെ ഉപ്പും മുളകും സീരിയലാണ് ആശാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ സിദ്ധാർത്ഥിനെ അഭിനയ മേഖലയിലേക്ക് കൊണ്ടുവന്നത് മഴവിൽ മനോരമക്കാരാണ് അല്ലെ. ഈ മഴവിൽ മനോരമ ആരുടെ ചാനലാണ്? മനോരമ ന്യൂസാരുടെ ചാനലാണ് അല്ലെ. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ സിദ്ധാർത്ഥിനെ ഇങ്ങനെ നാട്ടുകാർ പെരുമാറുന്നതിന്റെ ഈ ന്യൂസ് ആദ്യമായി പുറത്തു വിട്ടത് മനോരമ ന്യൂസാരാണ്. ഞാൻ അതിന്റെ തമ്മിലെ സൈഡ് കൊടുക്കാം. എന്നാലും മനോരമ ന്യൂസാരാ സ്വന്തം ആർട്ടിസ്റ്റിനോട് തന്നെ ഈ ചതി വേണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ കുറച്ചു കാലം നിങ്ങൾക്ക് ഒരു സീരിയൽ അഭിനയിച്ചെന്ന് ഒരുത്തനല്ലേ ഈ പറയുന്ന സിദ്ധാർത്ഥ്, അവനോട് തന്നെ ഈ ചതി വേണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇപ്പൊ നിലവിൽ സിദ്ധാർത്ഥിനെ പിന്തുണച്ച് ഒന്ന് രണ്ട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ പ്രധാനമായി രംഗത്ത് വന്നിട്ടുള്ളത് മറ്റാരുമല്ല, ദ വൺ ആൻഡ് ഓൺലി ജിഷിൻ മോഹൻ. ജിഷിൻ എല്ലാവർക്കും അറിയുമായിരിക്കും, ഇത്തവണത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ജിഷിനെ പ്രതികരണം ഒന്ന് കണ്ടോക്കാം. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇതല്ല, ഇതിൽ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വണ്ടി തട്ടി എന്നാൽ പിന്നെ ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക. ഇതന്നെ വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? അതെ, അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? മദ്യപിച്ച് കഴിഞ്ഞാണെങ്കിൽ വണ്ടി ഓടിക്കാതിരിക്കണം. അതാണ് ഇവിടുത്തെ നിയമം. ആ നിയമം ഇവരെ ഇവിടെ തെറ്റിച്ചു. അങ്ങനെ തെറ്റിച്ചതും കൂടാഞ്ഞിട്ട് ഒരുത്തനെ നെഞ്ചത്തേക്ക് ഇടിച്ചു കയറ്റുകയും ചെയ്തു. എന്തോ ഭാഗ്യവശാൽ ആ ഇടിച്ചു കയറ്റിയ ആൾ മരിച്ചില്ല, പക്ഷെ അയാൾക്ക് നല്ല പരിക്കുണ്ട്. ഇത് കണ്ട നാട്ടുകാർ അവനെടുത്തിട്ട് പെരുമാറി. അതിനിപ്പോ എന്താ പ്രശ്നം? പിന്നെ സിദ്ധാർത്ഥിന്റെ കഴുത്തിനെ പിടിച്ച് ഞെരിക്കിയത് അത് നാട്ടുകാർ ചെയ്തൊരു മോശം പ്രവൃത്തി തന്നെയാണ്. പക്ഷെ എന്ത് കാര്യത്തിൽ സിദ്ധാർത്ഥ് ചെയ്ത പ്രവൃത്തി കാരണം നാട്ടുകാർ സിദ്ധാർത്ഥിനിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഒരിക്കലും ഈ നാട്ടുകാരെ കുറ്റം പറയത്തില്ല. ഇതൊക്കെ സിദ്ധാർത്ഥായിട്ട് തന്നെ വരുത്തി വെച്ച കാര്യങ്ങളല്ലേ. ഇതിപ്പോ ഏതെങ്കിലും ഒരു വഴിയാത്രക്കാരനെ പോട്ടെ, ഇതിപ്പോ ജിഷിന് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണ് സിദ്ധാർത്ഥ ഇങ്ങനെ വണ്ടി ഇടിച്ച് കയറ്റിയതെങ്കിൽ ഈ പറയുന്ന സിദ്ധാർത്ഥിനെ കൈ കിട്ടി കഴിഞ്ഞാണെങ്കിൽ ജിഷിന് എന്ത് ചെയ്യും? പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് 2 കൊടുക്കും അല്ലേ. അതേ ഇവിടെ നാട്ടുകാർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ കയറ്റി കുത്തി പിടിച്ചത് അല്പം കടന്നു പോയിന്ന് മാത്രം.
ബാക്കി കണ്ടോക്കാം. പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പിന്നെ എന്താണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? അതൊന്ന് ജിസിൻ പറഞ്ഞു തന്നാട്ടെ. ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്നവൻ കള്ളും കുടിച്ച് ലക്കും കെട്ട് വണ്ടി ഓടിച്ച് ഒരുത്തനെ നെഞ്ചത്തേക്ക് കയറ്റിയതൊന്നും ഇവന് പ്രശ്നമേ അല്ല. നാട്ടുകാർ പെരുമാറിയതാണ് ഇവന് പ്രശ്നം. അതാണ് പ്രബുദ്ധ കേരളത്തിന് പ്രശ്നം അല്ലേ? കഷ്ടം തന്നെ. ബാക്കി കണ്ടോക്കാം. പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. മധു എവിടെ കിടക്കുന്നു? ഈ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച സിദ്ധാർത്ഥ എവിടെ കിടക്കുന്നു? രണ്ടും കൂടി നീ ഒന്നാക്കാൻ നോക്കല് ജിസിമോനെ. രണ്ട് എക്സ്ട്രീമിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ മധുവിനെ നാട്ടുകാർ ആൾക്കൂട്ട് വിചാരണ ചെയ്തത് വിശന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചതിനാണ്. പക്ഷെ ഇവിടെ സിദ്ധാർത്ഥിന്റെ നാട്ടുകാരെല്ലാവരും കൂടി എടുത്തിട്ട് പെരുമാറിയത് അവൻ കള്ളും കുടിച്ച് കാണിച്ചൊരു തോന്നിവാസം കാരണമായിട്ടാണ്. അത് തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടല്ലേ? രണ്ടും കൂടി കൂട്ടിക്കൊഴിക്കാൻ നോക്കല് ജിസിമോഹനെ. എന്നാലും സിദ്ധാർത്ഥിനെയും മധുവിനെയും ഒരു കാര്യം കൂട്ടിക്കെട്ടാൻ കാണിച്ചാൽ മനസ്സുണ്ടല്ലോ, സമ്മതിച്ചെന്ന് കേട്ടോ. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും എവിടെ പരിതാപമൊന്നും ഇല്ല ഇപ്പൊ ആർക്കും. എന്തേ? അവനൊരു ആർട്ടിസ്റ്റ് ആണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം, അതാണല്ലോ വേണ്ടത്. ശരി. ഈ പറയുന്ന ജിസിൻ പറഞ്ഞ് എങ്ങോട്ടായി പോകുന്നത്? അവനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവനെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി ആളുകൾക്ക് പെരുമാറിയതാണ് പോലും. ചിലപ്പോ ശരിയാക്കാം, ഇവൻ ആർട്ടിസ്റ്റ് ആണെന്ന് കണ്ടപ്പോ രണ്ടടി ചിലപ്പോൾ അധികം കൊടുത്തിട്ടുണ്ടാകും എന്ന് കരുതി അവനെ ചവിട്ടി താഴ്ത്താനും ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയാണ് അവൻ ഇങ്ങനെ പെരുമാറിയെന്നൊക്കെ വരുത്തി തീർക്കാൻ നോക്കുന്നത്. കുറച്ച് ഓവർ അല്ലേ ജിസിനെ? ഇവിടെ അവൻ ആരും അടിച്ചു താഴ്ത്താൻ നോക്കിയിട്ടില്ല. നാട്ടുകാരെടുത്തിട്ട് പെരുമാറാനുള്ളത് അവൻ എന്നെ വരുത്തി വെച്ചതാണ്. അത് വരുത്തി വെക്കുന്നതിന് മുമ്പ് അവൻ എന്നെ ചിന്തിക്കണമായിരുന്നു, ഞാനൊരു സെലിബ്രിറ്റിയാണ്, എനിക്ക് എന്തെങ്കിലും പബ്ലിക്കിൽ വെച്ച് മോശം സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിന്റെ കരിയറിനും കൂടി ബാധിക്കുമെന്ന് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് സിദ്ധാർത്ഥ് ചിന്തിക്കണമായിരുന്നു. എവിടെ ചിന്തിക്കാണ് അല്ലേ? കള്ളും കുടിച്ച് ലക്കും കിട്ടു കഴിഞ്ഞാണെങ്കിൽ എവിടെ മനുഷ്യന് ബോധം വരാനാണ്? അപ്പൊ അങ്ങനെ ചിന്തിക്കാനത്തെ ഒരുത്തനെ നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയതിനെ ഇങ്ങനൊന്നും ന്യായീകരിക്കേണ്ട ജിസിനെ ഇവിടെ ആരും ഇടിച്ചു താഴ്ത്താൻ നോക്കിയിട്ടില്ല. അവനായിട്ട് വരുത്തി വെച്ചതാണ്. ഇതെല്ലാം ബാക്കിയാണ്ടോക്കാം. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും, എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അവനെ ചെയ്തതെന്ന്. ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? അതൊക്കെ ഉണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നാട്ടുകാരെ അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഇവര് രണ്ടെണ്ണം ഒന്ന് കൊടുത്ത് അത്ര ഇവിടെ ചെയ്തുള്ളൂ. ഞാനിവിടെ ഒരിക്കലും ആൾക്കൂട്ട വിചാരണയെ ന്യായീകരിക്കല്ലേ കേട്ടോ. പക്ഷെ നാട്ടുകാരെ കയ്യിൽ നിന്ന് രണ്ടു വിധം തല്ലി കിട്ടാനുള്ളത് ഇവനെ വരുത്തി വെച്ചതാണല്ലോ. അപ്പൊ ഇവര് നാട്ടുകാരെ രണ്ടെണ്ണം കൊടുത്തതിന് എന്ത് കുറ്റം പറയാൻ പറ്റും? ഇവിടെ സിദ്ധാർത്ഥിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇത്തിരി വികാരമുള്ള നാട്ടുകാരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ. എന്തായാലും ജിസിൻ സിദ്ധാർത്ഥിനെ നല്ലോണം മെഴുകി വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട് അല്ലേ? അതിന് പിന്നീട് ഒരു കാരണവും ഉണ്ട് കേട്ടോ. അത് ഞാൻ വഴിയെ പറയാം. ബാക്കി കണ്ടോക്കാം. ഇവരാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ പുറകിലിരിക്കുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നല്ല ഈ സിദ്ധാർത്ഥ്. അതെ, അതത്രേ ഉള്ളൂ. പക്ഷെ ആദ്യമായിട്ട് മദ്യപിച്ച് തോന്നിവാസം കാണിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടുന്ന ആദ്യത്തെ വ്യക്തിയല്ല ഈ പറയുന്ന സിദ്ധാർത്ഥ്. ഇതിനു മുമ്പും കേരളത്തിന്റെ പല ഭാഗത്തും മദ്യപിച്ച് അലമ്പ് കാണിച്ച് പലരെയും നാട്ടുകാരെ എടുത്തിട്ട് പെരുമാറിയിട്ടുണ്ട്. അതിലൊരാളായിട്ട് സിദ്ധാർത്ഥിനെ കൂട്ടിയാൽ മതി, അപ്പൊ തീർന്നല്ലോ പ്രശ്നം. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. ശരി, അതാരാണ് ജിസിനോട് പറഞ്ഞത് ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് മിക്കവാറും എല്ലാവരും മദ്യപിച്ചാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളത്? ഈ പറഞ്ഞ ജിസിൻ റോട്ടിൽ ഇറങ്ങി സർവേ എടുത്തിട്ടുണ്ടായിരുന്നു. അതോ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരുടെ കേരള പോലീസിനെ കണക്ക് ജിസിന്റെ കയ്യിലുണ്ടോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ഈ ന്യൂ ഇയർ ക്രിസ്മസ് ടൈമിൽ മിക്കവാറും എല്ലാവരും മദ്യപിച്ചായിരിക്കും വണ്ടി ഓടിക്കുന്നത് പോലും. ജിസിനും ജിസിന് വേണ്ടപ്പെട്ടവരൊക്കെ ഈ സമയത്ത് മദ്യപിച്ച് വണ്ടി ഓടിക്കുമായിരിക്കും. പക്ഷെ എന്ത് കരുതി എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഒരാളെ ന്യായീകരിച്ചോ, പക്ഷെ ഇങ്ങനെ മെഴുകരുത് കേട്ടോ. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത്. അല്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്നതിന് അനുകൂലിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. സംഭവം നിങ്ങളുടെ സീരിയൽ ഫീൽഡിൽപ്പെട്ട ഒരാളെ നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയപ്പോ നിങ്ങൾക്ക് നല്ലോണം കൊണ്ട് അതിന്റെ പ്രതിഷേധമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. നല്ലോണം നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ ചവിട്ടി കൂട്ടി ഒരാളെ നാട് റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത്. പ്രബുദ്ധ കേരളമാണ് പോലും, പ്രബുദ്ധ കേരളം. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾക്ക് ഇതിനൊന്നും പ്രതികരിക്കണ്ട അല്ലേ? പിന്നെ എന്തിനാണ് പ്രതികരിക്കേണ്ടത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ സിദ്ധാർത്ഥിന് കുറച്ച് സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കണം, അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് ആശാന്. പക്ഷെ ഡയലോഗ് അടിച്ച് കയ്യിൽ നിന്ന് പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇതിനൊന്നും പ്രതികരണമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവനൊരു ആർട്ടിസ്റ്റാണ്. നാണമാണ്, നാണം, ലജ്ജ തോന്നുന്നു കേരളത്തോട്, ലജ്ജ. അതെ, ഞങ്ങൾക്ക് താങ്കളോട് ലജ്ജ തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഇതിന് താങ്കൾ കുത്തിരുന്ന് ന്യായീകരിക്കുന്ന കാണുമ്പോഴേ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, പ്രതികരണമൊന്നുമില്ല. കാരണം എന്താ, അവരൊരു ആർട്ടിസ്റ്റ് ആണ് പോലും. ആർട്ടിസ്റ്റ് ഇവിടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഇന്നായ്മ ചെയ്യാണ്. ഇവിടെ ആർട്ടിസ്റ്റുകൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു ജനറാശം വരുത്തി തീർക്കാൻ നോക്കാണ്. അല്ല ജിസിനെ, അവരൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടല്ലേ താങ്കൾ അവന് വേണ്ടി സംസാരിച്ചത്. അല്ലാതെ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമായിരുന്നു. ഒരു പക്ഷെ ഇങ്ങനെ പെരുമാറിയത് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഞാൻ അടക്കമുള്ളവർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ലായിരുന്നു. പക്ഷെ അവനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടുമാണ് ഈ വിഷയം ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ചർച്ച വിഷയമായി മാറിയത്. ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു കഴിഞ്ഞു അല്ലേ? അത്രയും പ്രതികരണങ്ങൾ പോരെ ജിസിന് മതിയായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എത്രയുമാണ് ജിസിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞ് വേറൊരാളും കൂടി പ്രതികരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ജിസിന്റെ ഭാര്യയായിട്ടുള്ള അമ്മയ്യ. നമുക്ക് നല്ല പുള്ളിക്കാരുടെ പ്രതികരണം ഒന്ന് കണ്ടുനോക്കാം. ഹായ് ഗായ്സ്, എല്ലാവർക്കും
ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ഇന്ന് രാവിലെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അതിനെ റിയാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. നടൻ സിദ്ധാർത്ഥ് കുടിച്ച് ലക്ക് കെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഈ നടൻ സിദ്ധാർത്ഥ് ആരാണെന്ന് എനിക്കറിയില്ല. അയാൾ നടൻ തന്നെയാണോ എന്ന് അറിയില്ല. ഉപ്പുമുളകും സീരിയലിലുള്ള ഒരു നടനാണെന്ന് പറയപ്പെടുന്നു. ശരി, അപ്പൊ സിദ്ധാർത്ഥ് ആരാണെന്ന് അറിയില്ല ചേച്ചിക്ക്. ഇത് നല്ല കഥ. അറിയൂലെങ്കിലും സ്വന്തം ഭർത്താവായിട്ടുള്ള ജിഷിനോട് ചോദിക്കേണ്ടേ? പുള്ളിക്കാരന് വേണ്ടപ്പെട്ട ഒരാളാണ് ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്നത്. പിന്നെ ചേച്ചിയുടെയും. എന്തായാലും കൊള്ളാം. ഇത്രയും ഫേമസ് ആയ സിദ്ധാർത്ഥിനെ അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ, പ്രത്യേകിച്ച് സീരിയൽ ഫീൽഡിലുള്ള താങ്കൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ അത് വിശ്വസിച്ച് കേട്ടോ. അല്ല, അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിലല്ലേ ഒരു സ്ട്രേഞ്ചറിന് വേണ്ടി ഞാൻ പ്രതികരിക്കൂ എന്നുള്ള രീതിയിൽ പ്രസംഗം നടത്താൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത്. എന്തായാലും ബാക്കി കേട്ടോ വെക്കാം. നമ്മളൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അയാൾ ചെയ്തത് ഓൾറെഡി തെറ്റാണ്. മദ്യപിച്ച് വാഹനം കൊണ്ടിടിച്ചു അല്ലേ. അപ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിലൊരു കമൻറ്റ് വിട്ടിരുന്നു. എനിക്ക് ഫീൽ ചെയ്തത് ആ സ്പോട്ടിൽ തന്നെ കമൻറ്റ് ഇട്ടു. അതൊരു വീഡിയോ ആകണം എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. കാരണം തെറ്റിനെ തെറ്റുകൊണ്ടല്ല തിരുത്തേണ്ടത്. തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്തിയിട്ട് ന്യായം പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അയാൾ ഓൾറെഡി തെറ്റ് ചെയ്തു. ഇറ്റ്സ് ഡൺ. അത് നടന്നു കഴിഞ്ഞു. പിന്നെ അവിടെ എന്ത് കറക്റ്റായിട്ട് ചെയ്യാന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. അത്രയും വലിയ കൊടുംപാതകം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. അതെ, ഇവിടെ സിദ്ധാർത്ഥ അത്രയും വലിയ കൊടുംപാതകം ചെയ്തിട്ടില്ലെന്നേ. ആകെ മദ്യപിച്ച് ലക്ക് കണ്ട് വണ്ടി ഓടിച്ച് ഒരുത്തന്നെ വണ്ടി ഇടിച്ച് കയറ്റി, അത്രേ ഉള്ളൂ. അതൊക്കെ ഇപ്പോൾ ഇവിടെ വലിയ കൊടുംപാതകമാണോ? ഇതിനും വലിയ പാതകങ്ങൾ ഇവിടെ ആരൊക്കെ ചെയ്യുന്നു അല്ലേ? അപ്പൊ അതിന്റെ പേരിൽ അവരെ നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയത് ഭയങ്കര മോശമായി പോയി കേട്ടോ. വളരെ മോശമായി പോയി. ചേച്ചി ഇത് പറഞ്ഞ് എങ്ങോട്ടാണ് ഈ പോകുന്നത്? ബാക്കി കേട്ടോക്കെ എന്തായാലും. കാരണം കേരളത്തില് മദ്യപിച്ച് വാഹനം ഓടിച്ച ആദ്യത്തെ വ്യക്തി അല്ല ഇയാള്. അല്ല, ഇതേ ഡയലോഗ് തന്നെ ആയിരുന്നല്ലോ തൊട്ടു മുമ്പ് ചേച്ചിന്റെ ഭർത്താവ് അടിച്ചത്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ രണ്ടാളും കൂടി പ്ലാൻ ചെയ്ത വീഡിയോ ആണിത് അല്ലെ? അതുകൊണ്ടാണല്ലോ ഒരേ ഡയലോഗ് രണ്ടാളുടെയും വീഡിയോയിൽ വന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ചേച്ചി ഇരുന്ന് സംസാരിക്കുകയാണ്. എനിക്ക് സിദ്ധാർത്ഥിനെ അറിയില്ല, എനിക്ക് അവനെ അറിയത്തേ ഇല്ല എന്നുള്ള രീതിയിൽ. ഇത് കാണുന്നവര് പൊട്ടന്മാരല്ല എന്ന് ചേച്ചി ആദ്യം മനസ്സിലാക്കണം. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാർ ഇതിന് ഉത്തരവാദിയാണ്. എന്തിന് കേരളത്തിൽ മദ്യം വിൽക്കുന്നു എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. ശരി, ഇനി അതും കൂടി കേരള ഗവൺമെന്റ് ഏറ്റെടുക്കുക. അല്ലെങ്കിലേ ഇവിടെ കുറെ കാര്യങ്ങൾ കേരള ഗവൺമെന്റിന് ഏറ്റെടുക്കാനുണ്ട്. ഇനി അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഏറ്റെടുക്കാഞ്ഞിട്ടാണ്. ഏതൊരുത്തം മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഒരുത്തന്റെ നെഞ്ചത്ത് കയറ്റിയതിന് നാട്ടുകാരിട്ട് പെരുമാറിയതിന്റെ കുറ്റം കൂടി ഇപ്പൊ കേരള സർക്കാർ ഏറ്റെടുക്കാഞ്ഞിട്ടാണ്. ഇവിടെ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന സ്രോതസ്സുകളിലൊന്നാണ് ഈ മദ്യവിൽപ്പന എന്ന് പറയുന്നത്. അതിന് ആരൊക്കെ വന്ന് പ്രസംഗിച്ചാലും കേരള സർക്കാർ നിർത്താൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മദ്യം വാങ്ങണമോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. കേരള സർക്കാർ തന്നെ ഇത് വിൽക്കുമ്പോൾ അത് വാങ്ങുന്നവരെ നമുക്ക് തടയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഇത് വാങ്ങി കുടിക്കുന്ന സമയത്ത് നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതിലൊന്നാണ് മദ്യപിച്ച് പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത്. അത് ഉണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ നാട്ടുകാരെടുത്തിട്ട് പെരുമാറുന്നു വരും. അന്നേരം ഇവിടുത്തെ കേരള സർക്കാരൊന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലേ? ഇനിയിപ്പോ ഇതിന്റെ ഉത്തരവാദിത്വം കൂടി കേരള സർക്കാർ ഏറ്റെടുക്കാഞ്ഞിട്ടാണ്. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഇനി ഉണ്ടാവും. അപ്പം അത് റെസ്ട്രിക്ട് ചെയ്യാതെ മദ്യം വിൽക്കുന്നുണ്ട്. അത് വാങ്ങിച്ചു കുടിച്ചിട്ട് പുറത്തേക്ക് പോയപ്പോൾ സംഭവിച്ചൊരു കാര്യം. അതെ, മദ്യം കുടിച്ചു കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്ന് വരും. അങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ ഒരാൾ ഇടിച്ച് കയറ്റിന്ന് വരും. അതിപ്പോ എത്ര വലിയ പ്രശ്നമാക്കാനുണ്ടോ അല്ലേ ചേച്ചി? എന്നാൽ ചേച്ചിയോട് അങ്ങോട്ട് പറഞ്ഞോട്ടെ, മദ്യം കുടിച്ചു കഴിഞ്ഞാണെങ്കിൽ വയറ്റിൽ കിടക്കണം. അല്ലാതെ നാട്ടുകാരുടെ മക്കറ്റ് കയറി കഴിഞ്ഞാണെങ്കിൽ ഇതേമാതിരി നാട്ടുകാരെടുത്തിട്ട് പെരുമാറും. അന്നേരം വന്ന് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തായാലും നല്ല രസമാണ് ചേച്ചിനെ കരച്ചിൽ കേൾക്കാൻ. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും. ഇന്നലെ എന്റെ സിസ്റ്റർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ടിപ്പർ ലോറി വന്ന് ഇങ്ങോട്ട് ഇടിച്ചിട്ട് ഫുൾ വണ്ടി ചളുങ്ങി. അവര് ലോറിക്കാരൻ വണ്ടി ഇട്ടിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സിദ്ധാർത്ഥ് ഇറങ്ങി ഓടിയിട്ടില്ല. അതിന് ഇറങ്ങി ഓടാൻ മാത്രമുള്ള ആവത് അവന് വേണ്ടേ? അല്ലെങ്കിലേ മദ്യപിച്ച് ലക്ക് കിട്ടുക എങ്ങനെയൊക്കെയാണ് അവന് വണ്ടി ഓടിച്ചത്? അവൻ എങ്ങനെ ഇറങ്ങി ഓടാനുള്ള ആവത് ഉണ്ടാവാനാണ്? ഇനി ഇറങ്ങി ഓടിയാൽ തന്നെ ഈ ലക്ക് കെട്ടവന് ഏതുവരെ ഓടാനാണ്? അപ്പൊ അവൻ ഇറങ്ങി ഓടിയിട്ടില്ല എന്നുള്ളൊരു ന്യായം പറയരുത് അമ്മയ്യ. ഇറങ്ങി ഓടാനുള്ള ബോധവും ആവതയും അവനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൻ ഇറങ്ങി ഓടിയേനെ. എന്തൊക്കെ തരം ന്യായീകരണങ്ങളാണെന്ന് നോക്കി. ഒരാൾ എങ്ങനെയൊക്കെ തലങ്ങും വിലക്കും ന്യായീകരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. പറയുന്ന അയാൾക്ക് ഓടാനുള്ള അവസ്ഥയിൽ അയാൾ അത്രയും ലക്ക് കിട്ടാൻ നിൽക്കുന്നത്. വോട്ട് എവർ ഇറ്റ് ഈസ്, അയാൾ അവിടെ ഉണ്ട്. അയാൾ ചെയ്ത തെറ്റ് അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അയാൾ എവിടെ അക്സെപ്റ്റ് ചെയ്തു? ഇന്നവരെ എവിടെയും വന്ന് അയാളെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അയാൾ ബോധം വന്ന് നാളെ ലൈവിൽ വന്ന് പറയട്ടെ, ഞാൻ ചെയ്ത് തെറ്റായി പോയി, എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന്. അന്നേരം ഞങ്ങൾ പറയാം അയാൾ തെറ്റ് ആക്സെപ്റ്റ് ചെയ്തെന്ന്. അതല്ല എങ്കിൽ ആൾ ഇടിച്ച ആൾക്ക് പാരിതോഷികം കൊടുക്കട്ടെ. അന്നേരം പറയാം ഞങ്ങൾ തെറ്റ് ആക്സെപ്റ്റ് ചെയ്തെന്ന്. അല്ലാതെ നിങ്ങളല്ല പറയേണ്ടത്. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. അയാളെ കൊണ്ട് ആർക്കാണോ നഷ്ടമുണ്ടായത് ആ നഷ്ടപരിഹാരം ചെയ്യിക്കാൻ ഇവിടെ ന്യായമുണ്ട്, നീതിയുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്. പക്ഷെ പോലീസിനെ ഇവരെല്ലാവരെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ജനങ്ങൾ ഇതങ്ങ് കയ്യിലെടുക്കുകയാണ്. ജനങ്ങളുടെ ഒരു റിയാക്ഷൻ വളരെ വളരെ ഭയാനകമായ രീതിയിലായിരുന്നു. അയാളുടെ ഒരു കാല് പിടിച്ച് വളച്ച് ഇവിടെ ഹിപ്പിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തൊരു ബോഡി ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ നല്ല പെയിൻഫുൾ ആകും.
ദെൻ അയാൾ ഇട്ടിരുന്ന ഷർട്ടിനെയൊക്കെ വലിച്ചു കീറിയിട്ട് ഷർട്ട് കൊണ്ട് കഴുത്തിൽ ഇങ്ങനെ കുരുക്കി വലിക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ വോയിസ് ക്രാക്ക് ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വലി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വലിയാണ്. അതിനെതിരെ ആണ് എൻ്റെ ഈ ഒരു സംസാരം. ഓക്കെ, ആ ചെയ്ത പ്രവൃത്തി കുറച്ച് ഓവർ തന്നെയാണ്. അവന് കൈത്തിന് കുരുക്കിട്ട് വലിച്ചതൊക്കെ ഭയങ്കര ഓവറാണ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞതുമാണ്. പക്ഷെ നാട്ടുകാർ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അമ്മയെ പ്രതികരണവുമായി വന്നതെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടന്മാരല്ല അമ്മയ്യ. ഇത് അവനൊരു ആർട്ടിസ്റ്റ് ആണ്. നിങ്ങളെ പോലെ സീരിയൽ അഭിനയിക്കുന്ന നിങ്ങളുടെ സെയിം ഫീൽഡിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അവന് വേണ്ടി നിങ്ങൾ സംസാരിക്കാൻ വന്നു. അതാണ് അവിടെ ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത്. അല്ലാണ്ട് അവനെ കൈത്തിന് കുത്തി പിടിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഒന്ന് സംസാരിച്ചത്. അങ്ങനെ സംസാരിക്കണമായിരുന്നെങ്കിൽ സമാനമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നിവിടെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെ പല വീഡിയോകളും മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുമുണ്ട്. അന്നേരം ഒന്നും ഒരു സാധാരണക്കാരന് വേണ്ടി അമ്മയെ എവിടെയും വന്ന് പ്രതികരിച്ചതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇതിപ്പോ അമ്മയെ ജോലി ചെയ്യുന്ന ഒരു ഫീൽഡിലുള്ള ഒരാളായതുകൊണ്ട് അമ്മയ്ക്ക് നല്ലോണം നൊന്തു, അത്രേ ഉള്ളൂ. എന്തായാലും അമ്മയെ പറഞ്ഞാട്ടെ. പേഴ്സണലിയോ അല്ലെങ്കിൽ സീരിയലിൽ കണ്ടോ പോലും എനിക്ക് ഇയാളൊരു നടനാണോന്ന് പോലും അറിയില്ല. എല്ലാവരും പറയും ഇപ്പൊ ഞാൻ സീരിയൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന്. അങ്ങനെയല്ല. ഹേയ്, അങ്ങനെയല്ല. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അവനെ സീരിയൽ അഭിനയിച്ചുകൊണ്ടൊന്നും അല്ല കേട്ടോ അവനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്താ ചേച്ചി അത് റിപ്പീറ്റ് ആക്കി കാണുന്നവര് മണ്ടന്മാരാന്ന് വിചാരിക്കരുത്. ബാക്കി പറഞ്ഞോട്ടെ. എന്തായാലും ഇന്ന് ഓൾറെഡി ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞു. അയാളെ പിടിച്ച് മാന്യമായിട്ട് പോലീസിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ അയാളുടെ കാലടിച്ചൊടിക്കാനും അയാളുടെ കഴുത്തിൽ പിടിച്ച് ആ കഴുത്തിൽ പിടിച്ച് കുരുക്കിട്ടത് സ്പെഷ്യലി അയാൾക്കെതിരെയാണ് ഇവിടെ ഏറ്റവും വലിയ ക്രൈം. അയാളാണ് ഏറ്റവും വലിയ ക്രൈം ചെയ്തിരിക്കുന്നത്. മറ്റേ ആള് ഒരർത്ഥത്തിൽ കുടിച്ച് ബോധമില്ലാണ്ടാണ് ഈ ക്രൈം ചെയ്തിരിക്കുന്നത്. അയാൾ ഇടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ അബോധാവസ്ഥയിലാണ്. അയാൾ അബോധാവസ്ഥയിലാകാൻ കേരളത്തിൽ മദ്യം വിൽക്കാൻ ഒരു സഹായം നൽകുന്ന നമ്മുടെ ഗവൺമെന്റ് വരെ അതിന് ഉത്തരവാദിയായിട്ട് വരും. വീണ്ടും ഗവൺമെന്റിന്റെ മെക്കിട്ട് കയറുന്നു. ഇങ്ങനെ കൂടെ ഗവൺമെന്റിന്റെ മെക്കിട്ട് കയറാൻ ഗവൺമെന്റ് എന്ത് തെറ്റാണോ ചെയ്തത്? ഇതിപ്പോ പറഞ്ഞ് അമ്മയെ ചേച്ചി സിദ്ധാർത്ഥനെ ഒരു പുണ്യാളനാക്കുന്നാണ് തോന്നുന്നത്. അല്ലെ, ചേച്ചിയുടെ കണ്ണിൽ ഇവിടെ കുറ്റക്കാരാണ് ഇവിടുത്തെ സർക്കാരും നാട്ടുകാരും. കാരണം സർക്കാർ കൊടുക്കുന്ന മദ്യവും മോന്തി കുടിച്ചിട്ടാണ് അബോധാവസ്ഥയിൽ ഇവൻ വണ്ടി ഓടിച്ച് ഒരുത്തനെ മെക്കിട്ട് ഇടിച്ച് കയറ്റിയത്. അപ്പൊ അങ്ങനെ ഇടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരാണ്? സർക്കാരാണ്. പിന്നെ അത് കാരണം അവൻ എടുത്തിട്ട് പെരുമാറിയതിന്റെ പേരിൽ നാട്ടുകാരും കുറ്റക്കാരാണ്. അപ്പൊ എന്റെ ചോദ്യം അതല്ല, ഇവിടെ സിദ്ധാർത്ഥ ആരാണ്? പാവം ഒരു നിരപരാധി അല്ലേ? അല്ല, ആ ലയിലേക്കാണ് ചേച്ചി പറഞ്ഞു പോകുന്നത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അങ്ങനെ നോക്കുമ്പോ പക്ഷെ ബോധത്തോടു കൂടി നിന്നവര് ചെയ്ത ക്രൈം എന്താ? അയാളുടെ കഴുത്തില് തുണി കൊണ്ട് വിരിഞ്ഞ് മുറുക്ക. അതെന്താ? അത് ഏത് രീതിയിലാണ് അതിനെ ന്യായീകരിക്കപ്പെടേണ്ടതെന്നുള്ളത് മനസ്സിലായില്ല. ഒരു രീതിയിൽ ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കത്തില്ല. തെറ്റ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അയാളെ മദ്യപിച്ച അവശനാണെന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ച് ലോക്ക് ചെയ്തിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി ഏൽപ്പിക്കുകയാണ്. അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം അയാളുടെ ഷർട്ട് വലിച്ചു കീറുന്നു, അയാളെ തറയിലിട്ട് ഉരുട്ടുന്നു, അയാളുടെ കാല് പിടിച്ചൊടിക്കുന്നു, അയാളുടെ കഴുത്തിന് വലിച്ച് മുറുക്കുന്നു. എന്തത്? എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ചെയ്തത് അയാളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ്. 100% സെലിബ്രിറ്റികളോട് പുറത്ത് വെച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇനാഗുറേഷന് കാണുമ്പോൾ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ കാണിക്കുന്ന ഒരു മനോഭാവം ഒന്നുമല്ല ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ ജനങ്ങൾ കാണിക്കുന്നതെന്നുള്ളത് വ്യക്തമായി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് പാവണ്ടവന്. അവനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണല്ലോ അവൻ എല്ലാവരും ഇങ്ങനെ എടുത്തിട്ട് പെരുമാറിയത്. ഇല്ലായിരുന്നെങ്കിൽ അവൻ ആരെങ്കിലും ഇങ്ങനെ എടുത്തിട്ട് പെരുമാറായിരുന്നോ എന്നാണ് ചേച്ചി ചോദിക്കുന്നത്. ഇവിടെ സെലിബ്രിറ്റിയും കുലിബ്രിറ്റിയും ഒന്നുമല്ല. അവൻ കാണിച്ച് തെമ്മാടി തരത്തിരി നാട്ടുകാരെ നല്ലോണം എടുത്തിട്ട് പെരുമാറി. അതിങ്ങനെ കിടന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ ചേച്ചി പറഞ്ഞൊരു കാര്യം അംഗീകരിച്ചു തരാം. സെലിബ്രിറ്റികളോട് ഇവിടെ ആളുകൾക്ക് ഒരു പ്രത്യേക ദേഷ്യമുണ്ട്, ഒരു അസൂയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സാധാരണക്കാർ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റിൽ ഇവർ എത്തിച്ചേർന്നല്ലോ. സോ അതിന്റെ കണ്ണുകടി സാധാരണക്കാർക്ക് ഉണ്ടാകും. പക്ഷെ എന്ന് കരുതി അവരൊരു തെറ്റ് ചെയ്യുമ്പോൾ നാട്ടുകാരെ എടുത്തിട്ട് പെരുമാറുമ്പോൾ ഇങ്ങനെയല്ല പറഞ്ഞു വരുത്തേണ്ടത്. ഇതൊക്കെ ഭർത്താവും ഭാര്യയും കൂടെ പ്ലാൻ ചെയ്ത് പറഞ്ഞതാവും അല്ലേ? എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ആ അവസരത്തിൽ ഇവര് എന്തൊക്കെ നമ്മൾ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക പുച്ഛവും ഒരു പ്രത്യേക പട്ടിത്താറ്റും പച്ചയ്ക്ക് പറഞ്ഞ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സെലിബ്രിറ്റിയാണ് ആ ഇടിച്ച കാറ് ഓടിച്ചിരുന്നതെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലിലേക്കാക്കാൻ നമ്മളുടെ മലയാളികൾക്ക് ഒരു പ്രത്യേക മൈൻഡ് സെറ്റ് ഉണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അതിൻ്റെ പിന്നിലുള്ള പിന്നാമ്പുറം വശങ്ങൾ. പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഈ കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചില്ലേ, അവന് ക്രിമിനൽ കേസിന് അവൻ്റെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് നോർമലായിട്ടിരിക്കുമ്പോൾ തന്നെ ഇതാണ്. അപ്പോൾ അവനൊക്കെ അബോധാവസ്ഥയിലാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? എങ്ങനെ സിദ്ധാർത്ഥിനെ ഒരു രീതിയിലും ഞാൻ ന്യായീകരിക്കുന്നില്ല. അത് ചേച്ചിന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ചേച്ചി ഒരു തരത്തിലും സിദ്ധാർത്ഥിനെ ന്യായീകരിക്കുന്നില്ല. ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. ചെയ്തത് 100% തെറ്റ് തന്നെയാണ്. പക്ഷെ ആ തെറ്റ് അയാൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ആ നഷ്ടം അയാൾ മൂലം നഷ്ടം വന്ന ഒരാൾക്ക് അയാൾ അതിന്റെ പ്രതിപകാരം ചെയ്യുക. അല്ലെങ്കിൽ അതിന് നമ്മൾക്കൊക്കെ ഇപ്പോൾ വണ്ടി ഒരു വഴിക്ക് പോകുമ്പോൾ തട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? വണ്ടി ഇടിച്ചു, ഓക്കെ, നമ്മൾക്ക് ഉണ്ടായ നഷ്ടം മറ്റേ ആൾ നികത്തുക, അത് സംസാരിച്ച് ക്ലിയർ ചെയ്യുക. അപ്പം അയാൾക്കത് ബോധമില്ലെങ്കിൽ എന്തായാലും ബോധം വരുന്നവരെ വെയിറ്റ് ചെയ്യുക, നിയമപാലകരെ ഏൽപ്പിക്കുക. ഇതൊക്കെയാണ് മാന്യമായ രീതിയിൽ ചെയ്യേണ്ടത്. ഇതൊരു മാന്യതയും മനുഷ്യത്വവും ഇല്ലാത്ത പെരുമാറ്റമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നി. അങ്ങനെ പറ, അതാണ് സത്യം. സ്വന്തം ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ
ഒരാളെന്ന നിലയിൽ സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നി. ചേച്ചിനെ വായനതിനകത്ത് വന്നല്ലോ, സന്തോഷം. ചേച്ചി വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ എന്താണ് പറഞ്ഞത്? എനിക്ക് സിദ്ധാർത്ഥിനെ അറിയത്തേ ഇല്ല എന്നായിരുന്നു. ഇപ്പൊ അവസാനം പറഞ്ഞ എന്താണ്? സ്വന്തം വെളിയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നി എന്നുള്ളത്. എന്തായാലും കൊള്ളാൻ ചേച്ചി തന്നെ ആദ്യം പറഞ്ഞ കാര്യം 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാറ്റി പറയുന്നുണ്ട്. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ഇതിൽ എനിക്കെതിരെ വരുന്ന ഏത് കാര്യത്തിനെയും നേരിടാൻ ഞാൻ തയ്യാറുമാണ്. ഞാൻ ആരെയും പേടിക്കുന്നില്ല. കാരണം 100% ഒരാൾ ചെയ്ത തെറ്റ് അയാൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ കയറി ടോർച്ചർ ചെയ്യാൻ ഇവിടെ ഒരു റൈറ്റ്സും ഒരാൾക്കും ഇല്ല. അതെ, അതത്രേ ഉള്ളൂ. ചേച്ചി തലങ്ങും വിലങ്ങും സിദ്ധാർത്ഥിനിട്ട് ന്യായീകരിക്കുന്നുണ്ട് അല്ലേ? ഒരുപക്ഷെ ജിഷി ന്യായീകരിച്ചതിനേക്കാളും ഒരു പടി മുകളിൽ അമ്മയെ ന്യായീകരിച്ചിട്ടുണ്ട്. എനിവേ, ഇവിടെ അമ്മയുടെയും ജിഷിന്റെയും പ്രതികരണം നിങ്ങൾ കണ്ടല്ലോ. വളരെ വൈകാരികമായിട്ടാണ് രണ്ടുപേരും സിദ്ധാർത്ഥിന് വേണ്ടി സംസാരിച്ചിട്ടുള്ളത് അല്ലേ? അതവിടെ കിടക്കട്ടെ. ഇനി പറയുന്ന മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരുത്തരം നെഞ്ചത്ത് ഇടിച്ചു കയറ്റി നാട്ടുകാരുടെ ഇടി വാങ്ങിച്ച് ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്നവൻ ബിഗ് ബോസ് മലയാളത്തിൽ ഈ സീസണിൽ അനുമോള് കപ്പടിച്ച സമയത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ സിദ്ധാർത്ഥ് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ നല്ല ഒന്ന് കേട്ടോക്കാം. എലിജിബിൾ ആയതുകൊണ്ടാണല്ലോ ഉറപ്പായിട്ടും വിന്നറായത്. അതെ അതെ, തീർച്ചയായും സോ ഹാപ്പി ഫോർ ആണ്, നല്ല ഹാപ്പിയാണ്. ഇപ്പൊ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് എല്ലാ സീസണിലും ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സീസണിൽ ഞാൻ കാണാറുണ്ട്. സീസൺ 6 ഞാൻ കണ്ടായിരുന്നു പ്രഡിക്ഷൻ ലിസ്റ്റിൽ. പക്ഷെ സിദ്ധാർത്ഥിന് ബിഗ് ബോസിൽ ഞാൻ കണ്ടില്ല. ബിഗ് ബോസിൽ പോകുന്നില്ലേ? നിലവിൽ ഇപ്പോൾ ഈ നിമിഷം വരെ പോകണ്ടെന്നുള്ളതാണ് തീരുമാനം. ആണല്ലേ? ബിഗ് ബോസിന് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടുണ്ടോ? ശരിക്കും ഒഫീഷ്യൽ കോൾ ഒന്നും വന്നിട്ടില്ല. അതിന്റെ ടെക്നിക്കൽ സൈഡിലും ക്രിയേറ്റീവ് പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് വ്യക്തിബന്ധം ഉള്ളവരാണ്. ഈ സീസണിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥി ഞാൻ റെക്കമെൻഡ് ചെയ്ത് വരെ അവിടെ കയറിയിട്ടുണ്ട്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്രേ പറയാൻ പറ്റുള്ളൂ. അത് ആരാണ് ചോദിക്കുന്നത് പറയത്തില്ല. ഇല്ല, അത് ആരാണെന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ആരാണെന്നുള്ളത് എന്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ബിഗ് ബോസിൽ കയറ്റിയതിന്റെ കൂറ് കാണിച്ചതാണ് ഈ പറയുന്ന ജിഷിൻ ഒരു ആവശ്യം വന്നപ്പോ ബിഗ് ബോസിന് മത്സരിക്കണമെന്ന് തോന്നിയപ്പോ അതിനെ ആര് സഹായിച്ചു? സിദ്ധാർത്ഥ് സഹായിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ സിദ്ധാർത്ഥിന് ഒരു പ്രശ്നം വരുമ്പോ ജിഷിൻ സഹായിക്കണമല്ലോ. അതാണല്ലോ അതിന്റേതായ ഒരു രീതി എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ ഇവിടെ ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത്. ഞാനിതിപ്പോ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ ക്ലിപ്പൊക്കെ നീ എവിടുന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവന്നടേ എന്നുള്ളത്. അതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അതിനല്ലേ നമ്മളിവിടെ ഇരിക്കുന്നത്. എന്തായാലും ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഇതിനെല്ലാം പിന്നോടിയായി നമ്മുടെ അന്നൂസ് ഫുട്പാത്തിലെ ചേച്ചി, പലർക്കും പുള്ളിക്കാരെ അറിയുമായിരിക്കും. നമ്മളെ നമ്പർ 8 ഹോട്ടൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കത്തി നിൽക്കുന്ന ചേച്ചിയില്ലേ, ആ ചേച്ചി തന്നെ. ഇനി നമ്പർ 8 ഹോട്ടൽ വിവാദം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിൽ ലഹരിയും സെക്സും ഒഴുകുന്ന പാർട്ടി നടക്കുന്ന ഒരു ഹോട്ടലാണ് ഈ പറയുന്ന നമ്പർ 8 ഹോട്ടൽ. അതിനെക്കുറിച്ച് പുറത്തുള്ള പലർക്കും അറിയില്ല. എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കലും ഈ പറയുന്ന അന്ന ചേച്ചി ഒരു സുഹൃത്തിനെ ക്ഷണം ലഭിച്ച് ആ ഹോട്ടലിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ അവിടെ എത്തിയ അന്ന ചേച്ചി എന്താക്കുന്നു? ഒരുപാട് സെലിബ്രിറ്റീസിനെ അവിടെ വെച്ച് കാണുന്നു. അവരുടെ കൂടെ ഫോട്ടോസ് എടുക്കുന്നു. അതിലെ കൂട്ടത്തിൽ തന്നെ അവിടെ ലഹരിയും സെക്സും ഒക്കെ ഒഴുകുന്നത് കാണുകയും ചെയ്യുന്നു. ഇത് കണ്ട് വല്ലാത്ത വിമർശനം തോന്നിയ അന്ന ചേച്ചി എന്താക്കുന്നു? അവിടുന്ന് ഇറങ്ങി പോരുന്നു. അങ്ങനെ ഇറങ്ങി പോകുന്നതിന് ശേഷം താങ്കൾ ആരൊക്കെ പിന്തുടരുന്നതായിട്ട് അന്ന ചേച്ചിക്ക് തോന്നുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഒരു 2 ദിവസം കഴിഞ്ഞ് ആ ഹോട്ടലിൽ വെച്ച് തന്നെ 2 മോഡലുകൾ മരണപ്പെടുന്നു. അങ്ങനെ മരണപ്പെട്ടതിന് പിന്നാലെ ആ ഹോട്ടലിനെതിരെ കേസുമായിട്ട് അന്നച്ചേച്ചി മുന്നോട്ട് പോകുന്നു. അത് കാരണം അന്നച്ചേച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ ഇടയ്ക്കിടെ വീഡിയോകളിൽ പറയാറുമുണ്ട്. എന്നിരുന്നാലും അതേ അന്നച്ചേച്ചി തന്നെ ഇപ്പൊ സിദ്ധാർത്ഥിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. മോനെ, ശരിക്കും അന്നച്ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. നീ ഓർക്കുന്നുണ്ടോ? 2021 ഒക്ടോബർ 21 കൊച്ചിൻ നമ്പർ 18 ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ വ്ളോഗിങ് വീഡിയോന്റെ ഇടയിൽ കുറേ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും 2 പേര് മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ചേച്ചി എന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ. നീ മാത്രമൊന്നുമല്ല, മുൻനിര നായികമാരും ചെറിയ പിള്ളേര് നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു, ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ, ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ്. ദേ ആ വാക്ക് അന്നൊക്കെ ചാനലുകാർ എന്നോട് ചോദിച്ചു, ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ, പേര് പറഞ്ഞൂടെ, എനിക്ക് വേണേലൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാം. പക്ഷെ ഇത് ഈ 2025 ഡിസംബർ 25 ക്രിസ്മസ് ആണ്. ഞാൻ ഈ ദിവസം വരെയും ആ വാക്ക് പാലിച്ചു. പക്ഷെ നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി ഇതിന്റെ ഒന്നും പുറകെ പോവില്ല ചേച്ചി, ഞാൻ നന്നായിക്കോളാം. എന്താ മോനെ അവസ്ഥ? ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, ഇത് വൻനിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ലജ്ജ തോന്നുന്നു. ഇനി അന്നച്ചേച്ചി ഇതിന്റെ പുറകിലില്ല. അന്നച്ചേച്ചിക്ക് അന്നച്ചേച്ചിന്റെ കുടുംബ സമാധാനമാണ് വലുത്. താങ്ക് യു. ശരി, ഇത്രയും വിളിച്ചു പറഞ്ഞിട്ട് അന്നച്ചേച്ചിക്ക് അന്നച്ചേച്ചിയും അന്നച്ചേച്ചിയുടെ കുടുംബ സമാധാനമാണ് വലുത് പോലും. ഇനി ഇതിന് പിന്നിലുള്ള പുകലുകളൊക്കെ അന്നച്ചേച്ചി ഏറ്റെടുക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കൈ ചെയ്യാമെന്ന് കരുതണ്ട. എന്തായാലും സിദ്ധാർത്ഥ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിപ്പോ മദ്യപിച്ച് വണ്ടി ഓടിച്ചത് കാരണമായിട്ട് എന്തൊക്കെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ അന്നച്ചേച്ചി പറഞ്ഞു വെക്കുന്നത് നമ്പർ 8 ഹോട്ടലിലെ ലഹരി പാർട്ടിയിൽ ഈ പറയുന്ന സിദ്ധാർത്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. നമ്പർ 8 ഹോട്ടലിലെ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തു എന്ന കാരണം കൊണ്ട് ഇവിടെ സിദ്ധാർത്ഥിനെ പൂർണ്ണമായും മോശക്കാരനായി മുദ്ര കുത്താൻ പറ്റുമോ? അങ്ങനെ മുദ്ര കുത്തുന്നതിന് മുമ്പ് ആ പാർട്ടിയിൽ പങ്കെടുത്തതിന്റെ കാരണം കൂടി നമ്മൾ അന്വേഷിക്കണ്ടേ?
ഒരുപക്ഷെ ഏതെങ്കിലും സുഹൃത്ത് ക്ഷണിച്ച് അവൻ അവിടെ വന്നതാകാം. അങ്ങനെ വന്ന സമയത്താകാം അന്വേഷിച്ച് അവന്റെ കൂടെ ഫോട്ടോ എടുത്തത്. ഇനി അതല്ല, ഒരു പക്ഷെ അവിടെ അന്വേഷിച്ച് പറയുന്ന പോലെ തന്നെ അവിടുത്തെ സെക്സ് മാഫിയയും ലഹരി മാഫിയയുമായിട്ടും ഒക്കെ ഈ സിദ്ധാർത്ഥിന് ബന്ധമുണ്ടാക്കാം. അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ തെളിയട്ടെ, അല്ലെ? അതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. എന്തായാലും ഇവിടെ സിദ്ധാർത്ഥിന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി എന്തൊക്കെ കാര്യത്തിൽ ഇവന് മറുപടി പറയേണ്ടി വരും? എന്തായാലും ഇവന്റെ ലഹരിയൊക്കെ ഇറങ്ങി പോലീസ് കേസൊക്കെ ഒത്തുതീർപ്പായി ഒന്ന് ഫ്രീ ആയതിനു ശേഷം ഇവൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. ഇല്ല എങ്കിൽ ഇത് ഇവന്റെ കരിയറിൽ ഒരു ബ്ലാക്ക് മാർക്ക് ആയിട്ട് അവശേഷിക്കും. ഇതാണ് പറയുന്നത്. സാധാരണക്കാരെ പോലെയല്ല, ഒരു സെലിബ്രിറ്റി ഒക്കെ ആയി കഴിഞ്ഞാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടും ജീവിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് മതി ആളുകൾക്ക് ആഘോഷിക്കാൻ. ഇതിപ്പോ സിദ്ധാർത്ഥിന് പകരം വേറെ വല്ല സാധാരണക്കാരനുമാണ് ഇങ്ങനെ വയൽ കിടന്ന് മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കിയതെങ്കിൽ ചിലപ്പോൾ ഇത്രക്കും ആരും മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് വാർത്തയായി. അതാണ് നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളുടെ ഏക പ്രശ്നം എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്താലും വാർത്തയാകും. നല്ലത് ചെയ്താലും വാർത്തയാകും, മോശം ചെയ്താലും വാർത്തയാകും. അപ്പൊ ഒരു വ്യക്തി അത് മനസ്സിലാക്കി സെലിബ്രിറ്റി ഫേസിൽ എത്തിക്കഴിഞ്ഞാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പബ്ലിക്കിനെ മോശം പറയിപ്പിക്കാത്ത രീതിയിൽ ജീവിക്കാം. ഇല്ലെങ്കിൽ പല ആരോപണങ്ങൾ നേരിടേണ്ടി വരും. എന്തായാലും കണ്ടറിയാം ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.